ഇന്ന് നമുക്ക് റുമാലി റൊട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതിന് മാവ് നമ്മൾ ആദ്യം ഡോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. മൈദാമാവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2.5 കപ്പ് മൈദാമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മൈദാമാവ് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1 or 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. റിഫൈൻഡ് ഓയിലാണ് നല്ലത്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട. ഇനി നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല, പകരം പാലാണ്. നേരത്തെ പാൽ ഉപയോഗിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് പാൽ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു ശകലം പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ കിട്ടണം, അതിൻ്റെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ്, പഞ്ചസാര, എണ്ണ, ഈ 3 സാധനങ്ങൾ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് പതുക്കെ കുഴച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാല് ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് ഇത് ഫുള്ളായിട്ടും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളൊരു മാവ് ഇത് കുഴച്ച് ഒരു ഹാഫ് ആയിട്ടുണ്ട്. അതായത് നമ്മളിതിങ്ങനെ കുഴച്ച് വരുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് ഫീൽ ചെയ്യും. എന്നാലും നമ്മൾ വീണ്ടും ഇതിൽ പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ച് കുഴയ്ക്കാൻ ശ്രമിക്കരുത്. പകരം കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ച് പരുവത്തിലാക്കി മയപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പകുതിയായ ഒരു പരുവത്തിൽ കാണിച്ചത്. ഇപ്പോൾ അത് അത്രയും ആയിട്ടില്ല, ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ആകാനുണ്ട്. അപ്പോൾ ഇനിയും നമ്മളിതൊന്ന് കുഴയ്ക്കണം. ഇത് നന്നായി കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു ഹാർഡായിട്ടിരുന്നൊരു ഫീലിംഗ് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നനഞ്ഞ ടവൽ ഇട്ട് അത് വെച്ച് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ഇതാണ് അതിൻ്റെ ഒരു സോഫ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. നമുക്കിതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു നനഞ്ഞ ഒരു വെറ്റ് ക്ലോത്ത് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കവർ ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇനി ഇതൊരു അടപ്പ് കൊണ്ട് ഈ പാത്രത്തിനെയും മൂടി അടച്ച് മാറ്റി ഒരു 2 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റുമാലി റൊട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ കുഴച്ച് വെച്ച മാവാണിത്. നമ്മളത് ആ ടവലെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളൊന്നും കൂടി കൈകൊണ്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. കാരണം ടവലിരുന്ന ആ ടോപ്പ് പാർട്ടിലൊക്കെ ഇച്ചിരി നനവ് പോലെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് ഒന്നും കൂടി മാവിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിനെ നമ്മൾ ചപ്പാത്തിക്ക് റോളാക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോൾ എടുത്ത് അത് റെഡിയാക്കി കാണിച്ചു തരാം. റോള് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കുറച്ചൊന്ന് ഡ്രൈ ഫ്ലോറിലൊന്ന് റസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തുക. നന്നായിട്ട്
പരത്തിയെടുക്കണം. മൈദ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു പരുവത്തിൽ പരത്തി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ചിങ്ങോട്ടും പോകും. ഈ സമയത്ത് ഞാൻ നമ്മുടെ റുമാലി റൊട്ടി ഉണ്ടാക്കാനുള്ള ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ സ്റ്റവിലാണ് അത് പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ചൊന്ന് കട്ടി കുറച്ച് പരത്തുന്നതാണ് നല്ലത്. കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ റുമാലി റൊട്ടിയുടെ റൊട്ടി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു തിക്നെസ് നമുക്ക് ഇനിയും തിക്നെസ് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ കുറയ്ക്കുക, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കല്ലിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചട്ടി ഇവിടെ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള ചീനിച്ചട്ടിയോ എന്തെങ്കിലും ഒരു എന്താ വെച്ചാൽ മതി. ഒരു കോപ്പർ ബോട്ടം ആയതുകൊണ്ടാണ് ഇത് ചൂടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു കളറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം തീ ശ്രദ്ധിച്ചോളുക, തീ അണഞ്ഞു പോകാതെ നോക്കണം. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ തീ അണഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ശ്രദ്ധിച്ചോളുക. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ റുമാലി റൊട്ടി ഇതിൻ്റെ മുകളിലിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ റുമാലി റൊട്ടിയുടെ ഒരു സൈഡ് ഏകദേശം നന്നായിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡിലൂടെ പെട്ടെന്ന് തന്നെ മറിച്ചിടാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറാണ് നമ്മൾ പഞ്ചസാര ചേർത്താലുണ്ടാകുന്ന ഒരു കളർ ചേഞ്ച് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് മറു സൈഡ് ഒന്ന് മറിച്ചിടാം. നമുക്ക് ആ സൈഡ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തീ നമ്മൾ കുറച്ച് വെക്കുക. കോപ്പർ ബോട്ടം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിൽ റുമാലി റൊട്ടി റെഡിയാക്കി എടുക്കുക. ബാക്കിയും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ റുമാലി റൊട്ടി ഇവിടെ റെഡിയാണ്. നമുക്ക് ഒരുവിധം എല്ലാം നല്ല രീതിയിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലുപ്പത്തിൽ പരത്തിയെടുക്കാവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലേ പരത്തിയെടുത്തിട്ടുള്ളൂ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ റുമാലി റൊട്ടി. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ വിഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. ഇനിയുള്ള വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓണാക്കുക.